കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അവിടുന്ന് തന്നെ തുടങ്ങണം. കാര്യം അതും ഇപ്പോഴും കൃത്യമാകാത്ത കുട്ടികളുണ്ട് ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ? അത് അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് ബേസിക് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക് സെറ്റാക്കാൻ പോവുകയാണ്. ബേസിക്സ് സെറ്റാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ബേസിക്സ് സെറ്റാക്കാൻ പോകുന്നത്? ഹായ് മക്കളെ, 11 വർഷങ്ങളായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മൾ 12ാമത്തെ വർഷത്തിലേക്ക് കയറുവാണ്. 12ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ +2ലേക്ക് കയറുവാണ്. ഈ +2ലേക്ക് കയറുമ്പോഴും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ഒരു പ്രശ്നം തരുന്ന സബ്ജക്റ്റ് ഏതാണ്? അത് നമ്മുടെ മാത്സ് തന്നെയാണല്ലേ? മാത്സ് ആണ് പ്രശ്നം. മാത്സ് പ്രശ്നം വരാൻ കാര്യം എന്താടാ? ഇത് നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മാത്സ് സെറ്റ് അല്ലെങ്കിൽ +2ൽ കുറച്ച് ബുദ്ധിമുട്ടാകും എന്ന് നിങ്ങൾക്കിപ്പോൾ +1 കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാത്സ് സെറ്റാക്കാൻ പോവുകയാണ്. ഈ 11 വർഷം നിങ്ങൾ ചെയ്യാത്ത പരിപാടി നിങ്ങളിപ്പോൾ ചെയ്താൽ നിങ്ങൾക്ക് മാത്സ് അടിപൊളിയാക്കാം, അല്ലെങ്കിൽ മാത്സ് സെറ്റാക്കാം. അപ്പോൾ മാത്സ് സെറ്റാക്കണമെങ്കിൽ, മാത്സ് കിടിലമാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങും? അതാണ് ആദ്യത്തെ കാര്യം. എന്താണ്? നിങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരോട് മാത്സ് പഠിക്കണം, മാത്സ് സെറ്റാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് അവർ പറയുന്നത് നിങ്ങൾ ബേസിക്സ് സെറ്റാക്കിയാലേ മാത്സ് സെറ്റാകുള്ളൂ എന്നവർ പറയും അല്ലേ? അപ്പോൾ ഒരു ചോദ്യം, ഈ ബേസിക്സ് എന്ന് പറയുന്ന ഈ സാധനം എവിടെ കിട്ടും അല്ലേ? ബേസിക്സ് എന്ന് പറയുന്ന ഈ സാധനം എവിടെ കിട്ടും? ബേസിക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ നിന്ന് തുടങ്ങണം. ഏറ്റവും താഴെ എന്ന് പറയുമ്പോൾ ഏതാടാ? കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അവിടുന്ന് തന്നെ തുടങ്ങണം. കാര്യം അതും ഇപ്പോഴും കൃത്യമാകാത്ത കുട്ടികളുണ്ട് ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ? അത് അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് ബേസിക് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക് സെറ്റാക്കാൻ പോവുകയാണ്. ബേസിക്സ് സെറ്റാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ബേസിക്സ് സെറ്റാക്കാൻ പോകുന്നത്? ഇനി ആ ബേസിക്സ് എങ്ങനെ പഠിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും താഴേന്ന്, ഏറ്റവും ബേസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും ബേസിൽ നിന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അഡീഷൻ, സബ്ട്രാക്ഷനിൽ നിന്ന് തുടങ്ങി, കൂട്ടുന്നതിൽ നിന്നും കുറയ്ക്കുന്നതിൽ നിന്നും തുടങ്ങി നിങ്ങൾ ഈ ഏറ്റവും അവസാനം പഠിച്ചു വെച്ച ട്രിഗ്നോമെട്രിയുടെയും ഡിഫറൻസിയേഷൻ്റെയും വരെയും ബേസിക്സ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും താഴെ നിന്ന് തുടങ്ങി +2ലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരും കേട്ടല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടോപ്പിക്കുകൾ വരുന്നുണ്ട് കേട്ടല്ലോ. ഒരു മാക്സിമം 12 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 13 ടോപ്പിക്കുകൾ, അഡീഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങി നമുക്ക് ഡിഫറൻസിയേഷൻ വരെ, +2വിന് ആവശ്യമായ ഡിഫറൻസിയേഷൻ വരെ ബേസിക്കുകൾ, നിങ്ങൾക്ക് ആവശ്യമായ ബേസിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റാക്കി തരും. ഓക്കെ അല്ലേ? അപ്പോൾ പഠിച്ചു തുടങ്ങാം. ഇപ്പം നിങ്ങളൊരു തീരുമാനമെടുത്താൽ ഈ 11 വർഷം കൊണ്ട് നിങ്ങൾക്ക് സെറ്റാകാത്തത് നമ്മൾ ഈ ഒരു 10-15 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ്. ഇത് വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ആനേനെ എടുത്ത് മറിച്ചിടുന്ന കാര്യമോ ഒന്നുമല്ല. വളരെ സിമ്പിളാണ്. നേരത്തെ പറയുന്ന പോലെ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറേശ്ശെ ആയിട്ട് നമ്മൾ മാത്സ് അങ്ങോട്ട് സെറ്റാക്കാൻ പോവുകയാണ്. ഈ ഓരോ ടോപ്പിക്കുകളും നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം എല്ലാവരെയും അങ്ങോട്ട് പഠിപ്പിക്കണമെന്നില്ല. അതായത് നമ്മൾ എല്ലാവരെയും ഒരുപോലെ അല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്? ദേ ശ്രദ്ധിച്ചോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ഈ ബേസിക് കോഴ്സിന് ചേരുവാണെങ്കിൽ അല്ലെങ്കിൽ ബേസിക് കോഴ്സ് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ തരും. നിങ്ങളത് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിടത്തും നോക്കണ്ട, നിങ്ങൾക്ക് എന്താണോ അറിയാവുന്ന അത് വെച്ച് അങ്ങോട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആൻസറുകൾ തെറ്റും, കുറേ ആൻസറുകൾ ശരിയാവും. അപ്പോൾ ഈ തെറ്റിയതും ശരിയായതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അത് നിങ്ങൾ അഡീഷൻ്റെ ക്വസ്റ്റ്യനുകളെല്ലാം ശരിയാക്കി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷൻ പക്കയാണ്. പക്ഷേ നിങ്ങൾ ഡിവിഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കുറച്ച് തെറ്റിച്ചു. അപ്പോൾ എന്താണ്? ഡിവിഷൻ നിങ്ങൾക്ക് പക്കായല്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
അല്ലേ? അപ്പം നിങ്ങൾ ഡിവിഷനിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം. ആ റിപ്പോർട്ടിൽ അത് പറയും. അപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് അസസ് ചെയ്യാം. എന്താണ് ഈ 13 അല്ലെങ്കിൽ 15 ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് പ്രശ്നമുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവും സിമ്പിളായിട്ട്. ഓക്കെ അല്ലേ? അതായത് നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഈ റിപ്പോർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. അതനുസരിച്ച് നിങ്ങൾ ക്ലാസ് കണ്ടാൽ മതി. അതനുസരിച്ചുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യം കാണുക. ഈ ഓരോ ടോപ്പിക്കുകൾക്കും ഓരോരോ ചെറിയ ചെറിയ വീഡിയോ ക്ലാസ്സുകൾ, എല്ലാത്തിനും വളരെ ചെറിയ വീഡിയോ ക്ലാസ്സുകളേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു ചാപ്റ്റർ എടുക്കുന്ന പോലെ വലിച്ചു നീട്ടി ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ട സാധനം മാത്രം പറയുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് ആ ക്ലാസ്സിൻ്റെ നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് ഏതാണോ അതിൻ്റെ ഒരു വർക്ക്ഷീറ്റ് തരും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ. തനിയെ ചെയ്താലേ മാത്സ് പഠിക്കൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് തരും. ഓക്കെ, അപ്പോൾ വർക്ക്ഷീറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാ നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക് എടുത്തു, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡിവിഷൻ എടുത്തു, ഡിവിഷൻ്റെ ക്ലാസ് കണ്ടു, വർക്ക്ഷീറ്റും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയി. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്ന വീക്ക് ഏരിയകളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തും. നമ്മൾ ആദ്യം മാത്രം ടെസ്റ്റ് നടത്തി നിങ്ങളെ പഠിപ്പിച്ച് അങ്ങോട്ട് വിടുവല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു റീടെസ്റ്റ് നടത്തും. ഓക്കെ അല്ലേ? അപ്പോൾ ആ റീടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആദ്യം എഴുതിയ പരീക്ഷയും ഈ പരീക്ഷയുടെയും മാർക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, അത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാം ഞാൻ ഇമ്പ്രൂവ് ചെയ്തോ ഇമ്പ്രൂവ് ചെയ്തില്ലേ എന്ന്. ഇനി ഏതെങ്കിലും ഒരു കാരണം വെച്ചാൽ നിങ്ങൾ എല്ലാവരും മനുഷ്യന്മാരാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പറയുന്നത് കിട്ടാതിരിക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ റീടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്. ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല, നിങ്ങൾക്ക് മാർക്ക് കുറവാണ്. അങ്ങനെയുള്ളവർക്കായി നമ്മളൊരു റെമഡിയൽ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. റെക്കോർഡഡ് ക്ലാസ് അല്ല, ലൈവ് ക്ലാസ്സുകൾ, നേരിട്ട് ലൈവ് ക്ലാസ്സുകൾ, ഓരോരോ ടോപ്പിക്കുകളുടെ നേരിട്ട് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സെറ്റാവും. ഓക്കെ അല്ലേ? ഇങ്ങനെ നിങ്ങളെ ബേസിക് എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ 11 കൊല്ലം ഇങ്ങനെ ബേസിക്കുകൾ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പഠിക്കണം. ബേസ് സെറ്റാക്കിയിട്ട് വേണം ഇനിയുള്ള സാധനങ്ങൾ പഠിച്ച് പോകാൻ. അത് നിങ്ങൾക്ക് +1 എത്തിയപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബേസ് സെറ്റാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത ചോദ്യം. കേട്ടല്ലോ, ബേസ് രണ്ടും ഞാൻ തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇങ്ങനെ ബേസ് സെറ്റാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഈ കോഴ്സ് പഠിക്കാം. നിങ്ങൾ സൂപ്പർ ബാച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സൂപ്പർ ബാച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കും. എന്താണ്? നിങ്ങൾ സൂപ്പർ ബാച്ച് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ കോഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കും. അതായത് നിങ്ങൾ പ്ലസ് ടു പഠിക്കാൻ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ +2 എൻറോൾ ചെയ്ത സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ +2 ചേർന്നിട്ടുള്ള നമ്മുടെ ആപ്പിൽ ചേർന്നിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസിക് കോഴ്സ് ഫ്രീ ആയിട്ട് ലഭിക്കും. ഓക്കെ അല്ലേ? ഫ്രീ ആയിട്ട് ലഭിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോഴ്സ് വേണ്ട, പക്ഷേ എനിക്ക് ബേസ് സെറ്റാക്കണം, അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് വേണ്ട, നിങ്ങൾ കോഴ്സിൽ ചേരണ്ട, നിങ്ങൾക്ക് പക്ഷേ ബേസ് സെറ്റാക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ കോഴ്സ് നമ്മൾ 999 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 999 റുപ്പീസിന് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് തന്നുകൊണ്ടാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ കോഴ്സ് എടുക്കാം. ഒന്ന്, നമ്മളുടെ നമ്മളുടെ സൂപ്പർ ബാച്ച് സ്റ്റുഡൻറ്റ് +2 നമ്മുടെ ആപ്പിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസ് സെറ്റാക്കണം, എനിക്ക് ബാച്ചിലൊന്നും ചേരണ്ട, പക്ഷേ എനിക്ക് ബേസ് സെറ്റാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 999 ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിരിക്കാം, ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, അതിൻ്റെ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ആ പ്രശ്നങ്ങൾ മാറ്റുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുകയാണ്. നിങ്ങൾ +2 കടന്നിരിക്കുന്നത്. നിങ്ങൾ +1 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ മാത്സ് സെറ്റ് ആവണമെങ്കിൽ, മാത്സ് സെറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പ്രോബ്ലമിൻ്റെ സെഷനുകൾ ഏകദേശം സെറ്റായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മാത്സ് സെറ്റാക്കണമെങ്കിൽ ആദ്യം ബേസ് സെറ്റാക്കണം. ആ ബേസ് സെറ്റാക്കലാണ് നമ്മൾ ഈ വെക്കേഷന് ചെയ്യുന്നത്. താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക. കിടിലനായിട്ട് മാത്സ് പഠിക്കാം, സെറ്റാക്കാം, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ അല്ലേ?
കേറി വാ.